വന്നപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഗുരുവായൂരെത്തി. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കും ക്രിസ്മസിൻ്റെയൊക്കെ തിരക്കുള്ളതുകൊണ്ട് ഇവിടെ ഒത്തിരി ആൾക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യൂ വളരെ കൂടുതലായിരുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഗുരുവായൂർ ദർശനങ്ങളോ അതിനെപ്പറ്റിയൊന്നുമല്ല, കാരണം അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചീപ്പ് റേറ്റിൽ നമുക്ക് ഇവിടുത്തെ സൗകര്യങ്ങൾ എങ്ങനെ ലഭ്യമാക്കാം, അതായത് നമുക്കിവിടെ റൂം സൗകര്യങ്ങൾ, ആഹാരം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ എങ്ങനെ ലഭ്യമാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കിഴക്കേ നട വഴിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി നൽകുന്ന പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ കിഴക്കേ നട വഴി വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് റൈറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഇത് പേ ആൻഡ് പാർക്കാണ്. നമ്മളിവിടെ ക്യാഷ് കൊടുക്കണം. 1 ടൈം എൻട്രി ഉള്ളൂ. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ, നിങ്ങൾ എവിടെയെങ്കിലും ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത്, താമസിക്കുന്ന ഹോട്ടലിൽ നിങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ പാർക്കിംഗ് ഫെസിലിറ്റിയിൽ ഒരു കാരണം വെച്ചാൽ നിങ്ങളുടെ റിസ്കിൽ തന്നെ ആയിരിക്കും പാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഒരു സെക്യൂരിറ്റി ഫുൾ ടൈം ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ കിഴക്കേ നടയിൽ വന്നിട്ട് നമ്മളിവിടെ ഒത്തിരി ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ കിഴക്കേ നടയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭഗവാന്റെ ടെമ്പിളിൻ്റെ ഓഡിറ്റോറിയത്തിലോട്ട് കയറുന്നതിന് മുന്നേ വലത്തോട്ടായിട്ടൊരു വഴിയുണ്ട്. അവിടെ നിന്നാണ് ഞാൻ കഴിച്ചാൽ നല്ല ഫുഡായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കട, ഹോട്ടൽ കൃഷ്ണപ്രിയ. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ചായയും കിട്ടും. ഇവിടെ ഒത്തിരി പലഹാരങ്ങളുണ്ട്, എല്ലാം ഫ്രഷ് പലഹാരങ്ങളാണ്. നമ്മൾ രാവിലെ വന്നായിരുന്നു ഇങ്ങോട്ട്. ചേട്ടാ ഇവിടെ വന്നിട്ട് ചായ അടിക്കുക. ചേട്ടാ ഇവിടെ 2 ചായ, ഇവിടെ 2 ചായ. എന്തൊക്കെ പറയില്ല. അവസാനം നീ കരഞ്ഞൊപ്പിച്ചല്ലേ അത്? ഞാൻ ഇവനെ അവിടെ നിന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ വീഡിയോ എടുത്തോണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഇവൻ കരയുന്നത്. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. കരഞ്ഞ് ചെണ്ട ഒപ്പിച്ചല്ലേ നീ? അപ്പോൾ നമുക്കിനി പടിഞ്ഞാറനാട് ഭാഗത്തേക്ക് പോകാം. അവിടെയാണ് നമ്മുടെ കുറഞ്ഞ ചിലവിൽ ഗവൺമെൻറ് ഏർപ്പാടാക്കിയിട്ടുള്ള നമുക്ക് അവിടുത്തെ സ്റ്റേയും ഡോർമിറ്ററി സൗകര്യങ്ങൾ, ഫ്രഷപ്പ് ആവാനുള്ളത്, അതെല്ലാം നമുക്ക് ഈ പടിഞ്ഞാറനടയിലാണ്. ഇവിടെ നിന്ന് ശരിക്കും നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി നടത്തുന്ന അവിടേക്ക് വരാനായിട്ട് നമ്മൾ ആ ഒരു ലോ ബഡ്ജറ്റ് സ്റ്റേയിലേക്ക് വരാനായിട്ട് നമ്മളിവിടെ പടിഞ്ഞാറേ നടയിൽ വരിക. പടിഞ്ഞാറേ നടയിൽ വന്ന ശേഷം ആ ഒരു നമ്മുടെ ആർച്ചിൻ്റെ അകത്തുകൂടി പുറത്തേക്ക് വരിക. പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു ബാരിക്കേഡ് കാണാം. അപ്പോൾ നമ്മൾ പടിഞ്ഞാറേ നടയിൽ നിന്ന് ആ നടപ്പന്തലിലൂടെ തിരിച്ചൊരു 10 മീറ്റർ, നമ്മളൊരു 10 ചുവട് ഇങ്ങോട്ട് നടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ KSRTC സ്റ്റാൻഡ്, ലെഫ്റ്റിൽ റോഡ് സൈഡ് തന്നെയാണ് ഇരിക്കുന്നത് ഡോർമിറ്ററി, ക്ലോക്ക് റൂം, ഫ്രഷപ്പ്, സിഗ്നേച്ചർ ഷോപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി നടത്തുന്ന ഒരു സിറ്റി ലൈവ്ലിഹുഡ് സെൻ്ററാണ്. കുടുംബശ്രീക്കാരാണ് ഇത് റൺ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് എല്ലാം ഇവിടെ സ്റ്റേ ചെയ്യാനും ഡോർമിറ്ററി സെറ്റപ്പ് എല്ലാം കിട്ടും. നമുക്കപ്പോൾ ഗുരുവായൂർ വന്ന് റൂം എടുക്കുമ്പോൾ ഒരിക്കലും പറ്റിക്കപ്പെടേണ്ട. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതും ഇവിടെ ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇതിലിടാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേ പോകാം.
മുനിസിപ്പാലിറ്റി നേതൃത്വം കൊടുക്കുന്ന കുടുംബശ്രീക്കാർ നടത്തുന്ന ഒരു സിഗ്നേച്ചർ ഷോപ്പാണിത്. അപ്പം ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചീപ്പ് ലെവലിൽ കിട്ടും, ലോ റേഞ്ചിൽ കിട്ടും. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഇവിടെ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാം. ചേച്ചി, ഇപ്പോൾ ഇവിടെ കറൻ്റ്ലി ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണുള്ളത്? ഇവിടെ മെയിനായിട്ട് ഫ്രഷപ്പ്, പിന്നെ ഡോർമെറ്ററി സംവിധാനം, പിന്നെ റെസ്റ്റ് റൂം, വെയിറ്റിംഗ് ഏരിയ. റൂമായിട്ടില്ല അല്ലേ? റൂമായിട്ടില്ല, ഉണ്ടായിരുന്നു. ഡബിൾ റൂം സിംഗിളും ഉണ്ടായിരുന്നു. ഇപ്പം അലൗഡ് അല്ല. ഇപ്പോൾ ഡബിൾ റൂം മാത്രമേ നമ്മൾ കൊടുക്കണുള്ളൂ. ഡബിൾ റൂമേ കൊടുക്കും. ഡബിൾ റൂം എങ്ങനെയാണ് റേറ്റ്? ഡബിൾ റൂം 6 മണിക്കൂറിന് 12 മണിക്കൂർ അങ്ങനെ 600 രൂപ. 6 മണിക്കൂറിന് 600 രൂപ. 6 മണിക്കൂറിൽ 12 മണിക്കൂറിന് 600 രൂപ അല്ലേ? അപ്പം ഡോർമിറ്ററി ആണെങ്കിൽ സ്ത്രീകൾക്ക് സെപ്പറേറ്റ്, പുരുഷന്മാർക്ക് സെപ്പറേറ്റ് അങ്ങനെയുണ്ട്. അപ്പോൾ ഡോർമിറ്ററിയുടെ റേറ്റ് എങ്ങനെയാണ്? ഡോർമിറ്ററി 6 മണിക്കൂറിന് 100 രൂപ. 6 മണിക്കൂറിന് 100 രൂപ. പിന്നെ കുഴപ്പമില്ല ചേച്ചി, ഫോൺ എടുക്കണം. നമുക്ക് ഈ സോഫ സെറ്റിയൊക്കെ യൂസ് ചെയ്യുന്നതിന് എമൗണ്ട് ഉണ്ട്, അതെങ്ങനെയാണ്? വെയിറ്റിംഗ് ഏരിയ 1 മണിക്കൂറിന് 40 രൂപ. 1 മണിക്കൂറിന് 40 രൂപ. അപ്പോൾ പിന്നെ നമ്മുടെ ബാഗൊക്കെ കീപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് അവിടെ? കീപ്പ് ചെയ്യാൻ അവിടെ ഉണ്ട്, ക്ലോക്ക് റൂം ഉണ്ട്. അപ്പോൾ അത് എമൗണ്ട് അവിടെ ചോദിച്ചാൽ മതി. 10 രൂപ. 10 രൂപ. പിന്നെ നമുക്ക് വാഷ്റൂം അങ്ങനെയൊക്കെയുള്ള ബാത്റൂം ഒക്കെ യൂസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ കോൺഫറൻസ് ഹാളുണ്ട്. നമ്മൾ മാരേജ് ഫംഗ്ഷൻ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കോൺഫറൻസ് ഹാളും ഉണ്ട്. അതെല്ലാം മണിക്കൂറിനാണ് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ കുറഞ്ഞ ചിലവിലുള്ള കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ എനിക്കിവിടെ ഡോർമിറ്ററി സൗകര്യം ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിളിക്കാൻ നമ്പറുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ചേച്ചിയുടെ പേര്? എൻ്റെ പേര് റീന ചേച്ചിയാണ് നമുക്ക് ഇത്ര ഇൻഫർമേഷൻ തന്നത്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. 3 നിലയിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു ബിൽഡിംഗ് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഉണ്ട്. ലിഫ്റ്റുണ്ട്. അപ്പം ഇവിടെ നമുക്ക് വിശ്രമിക്കാനുള്ള നല്ല സോഫ സെറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ വിശ്രമിക്കുന്നുണ്ട്. ഇവിടെ വന്ന ആൾക്കാർ തന്നെ വിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് പടി കയറിയിട്ട് ജെൻസ് ഫസ്റ്റ് ഫ്ലോർ, ലേഡീസ് സെക്കൻഡ് ഫ്ലോർ. അപ്പം ആ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നമുക്ക്, അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു. ഇതാണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്. ഡോർമിറ്ററി 200 രൂപ. അപ്പോൾ ഇവിടെ മണിക്കൂറിനാണ്. നമുക്കിവിടെ കമ്പാരിറ്റീവ്ലി ഇവിടെ എവിടെ കിട്ടുന്ന റൂമിനെക്കാട്ടി ഇവിടെ ഭയങ്കര വിലക്കുറവാണ്. നല്ല വൃത്തിയുമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു. ഇവിടെ വന്ന ലിഫ്റ്റ്, ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം നല്ല നീറ്റായിട്ടുണ്ട്. ഡോർമിറ്ററിയാണത്. നമുക്ക് ഇവിടെ നിന്ന് വ്യൂ ഉണ്ട്. അവിടെയാണ് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും അവിടെ വരുന്നത്. ഇവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുണ്ട്. നമുക്ക് ഈസിലി ആക്സസിബിളാണ് ഇവിടെ വന്നിറങ്ങിയാൽ. അപ്പോൾ നിങ്ങളൊരു 4-5 മണിക്കൂറിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷ് കൊടുക്കുന്നതിന് പകരം എല്ലാ ഫെസിലിറ്റിയോടും കൂടി ഗവൺമെൻറ് തന്നെ നമുക്കിവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്.